ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേണിംഗ് CBTC. ഞാൻ ഗോപിചന്ദ്രൻ. സോ ഗൈസ്, നമ്മൾ RRB NTPC CBT1 എക്സാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ചെറിയൊരു 3 മിനിറ്റ് അനാലിസിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസ് ഇന്ന് ചോദിച്ചിരിക്കുന്ന CBT1 എന്ന് പറയുന്നത് കമ്പറേറ്റീവ്ലി ഈസി അല്ല, എന്നാൽ ടഫും അല്ല കേട്ടോ. സംവാട്ട് മോഡറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈസി ടു മോഡറേറ്റ്, മോഡറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ മാത്സ്, റീസണിങ്, അതേപോലെ GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതൊന്നും സെക്ഷൻ വൈസ് അല്ല, എല്ലാം ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ലൈക്ക് പ്രീവിയസ് ഇയർ പോലെ 2019 NTPC എന്താണോ അതേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൽ മാത്സ് എന്ന് പറയുകയാണെങ്കിൽ കമ്പറേറ്റീവ്ലി എല്ലാം 30 ദിവസം, മാത്സ് 30, GK റീസണിങ് 30, GK 40 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ മാത്സ് 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റീവ് ആണ്. റീസണിങ്ങും ഏകദേശം അതേപോലെ തന്നെയാണ്. ഓക്കെ, അതിലും ഒരു കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പസിൽസും അല്ലെങ്കിൽ കോഡിങ് ഡീകോഡിങ് അങ്ങനെ സമയം പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റൻസ് കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പോയി വീണ്ടും തിരിച്ച് വന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സംവാട്ട് മാത്സ് 25 റീസണിങ് 25 എന്നൊക്കെ പറഞ്ഞത് വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരിക്കും ഇന്നത്തെ CBT1 ഷിഫ്റ്റ് 1 ബേസ്ഡ് ഓൺ അനാലിസിസ്. ഇനി GK കാര്യം പറയുകയാണെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഭാഗത്ത് തന്നെയാണ്. 7 to 8 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് 2024-25 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2022-23 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളൂ. ബട്ട് 2024-25 മെജോറിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 1 വർഷം മുമ്പത്തെങ്കിലും മിനിമം പഠിക്കുക. 2024 കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, 2025 അപ് ടു മെയ് വരെയുള്ളത് പഠിക്കണം എന്നുള്ള കാര്യം ചിന്തിക്കുക. ഓക്കെ, പിന്നെ സ്ട്രാറ്റജിക്കും അത്യാവശ്യം നല്ലപോലെ മാത്സ് പ്ലസ് സ്ട്രാറ്റജിക്ക് ആയിട്ട് തന്നെയാണ് 45% GK ചോദിച്ചിരിക്കുന്നത്. പിന്നെ നോർമലായിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിയൽ അത്യാവശ്യം നല്ലപോലെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇതെല്ലാം ബേസിക്സ് അറിയുന്ന ആൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോകുന്ന ആൾക്കാരാണെങ്കിൽ വലിയ ടഫൊന്നുമില്ല. മാത്സും റീസണിങ്ങും ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു എന്താ പറയുക, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം തന്നെയാണ്. GK ഇറ്റ്സ് ലൈക്ക് എ സീ, വാസ്റ്റ് കടൽ പോലെയാണ്. അപ്പം അതുകൊണ്ട് സ്ട്രാറ്റജിക്ക് കറണ്ട് അഫയർ എല്ലാം നല്ലപോലെ നോക്കിയിട്ട് പോവുക. എല്ലാം നോക്കുക. സയൻസ് എന്നെല്ലാം ജസ്റ്റ് 5-6 ക്വസ്റ്റ്യൻ എപ്പോഴും ലൈക്ക് പ്രീവിയസ് പോലെ തന്നെയാണ്. ഓക്കെ, സോ ഓവറോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ വലിയ ഈസിയും അല്ല. അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, മോക്ക് എക്സാം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇനി എന്താ പറയുക, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ നോക്കാം. ഇനിയും ഒരാഴ്ച എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം.